NS അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റുഡൻസിന് അവർ ക്ലാസ് റൂമിൽ എങ്ങനെ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ഉപയോഗിക്കാം, അങ്ങനെ കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് എല്ലാ സ്റ്റുഡൻസിനും വളരെ ഉപയോഗപ്രദമായിരിക്കും. ആദ്യമായിട്ട് കുട്ടികൾ ക്ലാസ്സിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് ടീച്ചറിനോട് ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്നെങ്ങനെ ചോദിക്കും നമുക്ക് നോക്കാം. മേ ഐ കം ഇൻ, മേ ഐ കം ഇൻ, അങ്ങനെയാണ് ടീച്ചറോട് നമ്മൾ പെർമിഷൻ ചോദിക്കുന്നത്. അങ്ങനെ ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ ടയേർഡ് ആവുന്ന സമയത്ത് അവർ ടീച്ചറോട് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ, അതെങ്ങനെ ചോദിക്കും? മേ ഐ ഡ്രിങ്ക് സം വാട്ടർ, മേ ഐ ഡ്രിങ്ക് സം വാട്ടർ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. അതുപോലെ സ്റ്റുഡൻസ് ബാത്റൂമിൽ പോയിക്കോട്ടെ എന്ന് എങ്ങനെ ചോദിക്കും? ഞാൻ ബാത്റൂമിൽ പോയിക്കോട്ടെ, മേ ഐ യൂസ് ദ ബാത്റൂം. എങ്ങനെയാണ്? മേ ഐ യൂസ് ദ ബാത്റൂം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടെ എല്ലാത്തിലും നമ്മൾ മേ എന്നാണ് ഉപയോഗിക്കുന്നത്. ഈ മേ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ചോദിക്കുന്നതിനാണ് മേ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര ചൂടെടുക്കുന്ന ഒരു അവസരം വരുമ്പോൾ അവർ ചോദിക്കുക, ടീച്ചറെ ഞാൻ ജനലൊന്ന് തുറന്നോട്ടെ, ഞാൻ ജനൽ തുറന്നോട്ടെ. അതെങ്ങനെയാണ് ചോദിക്കുന്നത്? മേ ഐ ഓപ്പൺ ദ വിൻഡോ. എങ്ങനെയാണ്? മേ ഐ ഓപ്പൺ ദ വിൻഡോ. അതുപോലെ തന്നെ തിരിച്ചും പറയാം. എങ്ങനെയാണ്? ഞാൻ ജനൽ അടച്ചോട്ടെ എന്ന് എങ്ങനെ ചോദിക്കും? മേ ഐ ക്ലോസ് ദ വിൻഡോ, മേ ഐ ക്ലോസ് ദ വിൻഡോ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾക്ക് ടീച്ചറെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ടീച്ചറിനോട് ചോദിക്കുക, നമ്മൾ എത്രാമത്തെ പേജിലാണ് ഇപ്പോൾ പഠിക്കുന്നതെന്ന് ചോദിക്കില്ലേ? നമ്മൾ എത്രാമത്തെ പേജിലാണ്? വാട്ട് പേജ് ആർ വി ഓൺ? നമ്മൾ എത്രാമത്തെ പേജിലാണ്? വാട്ട് പേജ് ആർ വി ഓൺ? അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുക ടീച്ചറിനോട്, ഞാൻ പുറത്തേക്ക് പോയിക്കോട്ടെ, ഞാൻ പുറത്തേക്ക് പോയിക്കോട്ടെ, മേ ഐ ഗോ ഔട്ട്സൈഡ്, മേ ഐ ഗോ ഔട്ട്സൈഡ്. വീണ്ടും ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കറിയാം. അപ്പോൾ ടീച്ചറോട് നമ്മൾ ചോദിക്കുക, ഞാൻ ഈ ചോദ്യത്തിന് മറുപടി നൽകിക്കോട്ടെ. എന്താണ്? ഞാൻ ഈ ചോദ്യത്തിന് മറുപടി നൽകിക്കോട്ടെ. മേ ഐ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ, മേ ഐ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ചില സമയത്ത് കുട്ടികൾക്ക് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൗട്ട് വരുമല്ലോ. അപ്പോൾ കുട്ടികൾ എങ്ങനെ ടീച്ചറിനോട് ചോദിക്കുക? ടീച്ചർ ഒന്നുകൂടെ പറയുമോ? ടീച്ചർ ഒന്നുകൂടെ പറയുമോ? ടീച്ചർ ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ്, ടീച്ചർ ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ്. അന്നത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് കുട്ടികൾ ടീച്ചറോട് ചോദിക്കുക, എന്താണ് ഹോംവർക്ക്? വാട്ട് ഈസ് ദ ഹോംവർക്ക്? വാട്ട് ഈസ് ദ ഹോംവർക്ക്? പലപ്പോഴും കുട്ടികൾ ടീച്ചർ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ നോട്ടൊക്കെ എഴുതിയെടുക്കാറുണ്ട്. അതെങ്ങനെ ടീച്ചറോട് ചോദിക്കുന്നേ? ഞങ്ങൾ ഇത് എഴുതിയെടുക്കണോ? ഡു വി ഹാവ് ടു ടേക്ക് ദിസ് ഡൗൺ? എങ്ങനെയാണ് ചോദിക്കുന്നത്? ഡു വി ഹാവ് ടു ടേക്ക് ദിസ് ഡൗൺ? ഞങ്ങളിത് എഴുതിയെടുക്കണോ? ഡു വി ഹാവ് ടു ടേക്ക് ദിസ് ഡൗൺ? അതുപോലെ ഒരു ക്ലാസ്സിൽ കയറാൻ താമസിച്ചതിന് എങ്ങനെയാണ് ടീച്ചറോട് ക്ഷമ ചോദിക്കുന്നതെന്ന് നോക്കാം. താമസിച്ചതിന് ക്ഷമിക്കണം. സോറി ഫോർ ബീയിങ് ലേറ്റ്, സോറി ഫോർ ബീയിങ് ലേറ്റ്. ടീച്ചറിനോട് ഒന്ന് ഉറക്കെ സംസാരിക്കാമോ എന്ന് എങ്ങനെ ചോദിക്കുക? ടീച്ചർ ക്യാൻ യു പ്ലീസ് സ്പീക്ക് ലൗഡർ, ടീച്ചർ ക്യാൻ യു പ്ലീസ് സ്പീക്ക് ലൗഡർ. ടീച്ചർ ഒന്ന് ഉറക്കെ സംസാരിക്കാമോ? അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പരീക്ഷ എന്നാണ് എന്നെങ്ങനെ ചോദിക്കും? വെൻ ഈസ് ദ എക്സാം, വെൻ ഈസ് ദ എക്സാം? പരീക്ഷ എന്നാണ്. ഹോംവർക്ക് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഹോംവർക്ക് എന്നാണ് ചെയ്ത് തീർക്കേണ്ടത് എന്നെങ്ങനെ ചോദിക്കുക? വെൻ ഷുഡ് ഐ കംപ്ലീറ്റ് ദ ഹോംവർക്ക്, വെൻ ഷുഡ് ഐ കംപ്ലീറ്റ് ദ ഹോംവർക്ക്? ഹോംവർക്ക് എന്നാണ് ചെയ്ത് തീർക്കേണ്ടത്. കുട്ടികൾ സ്കൂളിൽ ക്ലാസ് റൂമിൽ പ്രധാനമായും ഉപയോഗിക്കേണ്ട കുറച്ച് സെൻറ്റൻസുകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യുന്നതിനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാം.